മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കേരള സർക്കാർ വീണ്ടും ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെച്ചൊരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരള സർക്കാർ കാസയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നു, ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് ആ ഒരു പേജിലെ ഒരു പോസ്റ്റ് പോലും കാണാൻ സാധിക്കില്ല എന്നുള്ള തരത്തിലേക്ക് കേരള സർക്കാർ എത്തിച്ചിരിക്കുന്നു. എത്ര ഉളുപ്പില്ലായ്മയാണ്, എത്ര നാണം കെട്ട ഏർപ്പാടാണ്, എത്ര വിവരം കെട്ട ഏർപ്പാടാണ് ഈ ചെയ്തിട്ടുള്ളത്. ആളുകളുടെ സ്വാതന്ത്ര്യം, ആളുകളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ കടക്കൽ കത്തിവെക്കുന്നൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ ഓർത്തിട്ട് പരമ പുച്ഛമാണ് തോന്നുന്നത്. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ പിണറായി സർക്കാരും പിണറായിയെ പിന്തുണയ്ക്കുന്ന ആളുകളും ഒരേ സ്വരത്തിൽ ഏതു സമയത്തും വിളിച്ചു പറയാറുള്ളത് എന്താണ്? ഓ, നരേന്ദ്രമോദി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മുകളിൽ കത്തിവെക്കുന്നു, മാധ്യമ സ്വാതന്ത്ര്യത്തിൽ കത്തിവെക്കുന്നു, സോഷ്യൽ മീഡിയ ആളുകളെ കത്തിവെക്കുന്നു എന്ന് ഇത്തരം വിളിച്ചു പറയുന്ന ഓരോ ആളുകളോടും വെല്ലുവിളിച്ചു ചോദിക്കുക. നരേന്ദ്രമോദി സർക്കാർ, കേന്ദ്ര സർക്കാർ രാജ്യത്ത് ഏതെങ്കിലും ഒരു ഓൺലൈൻ മീഡിയാസിനെ, ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അതങ്ങ് ഡിലീറ്റ് ചെയ്യിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. രാജ്യത്തിനെതിരെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ മാത്രമേ, അത്തരത്തിൽ രാജ്യത്തിന്റെ ഭീഷണി ഉണ്ടെങ്കിൽ മാത്രമേ, രാജ്യത്തിനെതിരെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നിയമപരമായിട്ടത് ചെയ്യാറുള്ളൂ. ധ്രുവ്രാത്തി പോലും രാഷ്ട്രീയപരമായിട്ട് നരേന്ദ്രമോദിയെ എത്രത്തോളം കള്ളപ്രചരണം നടത്തിയിട്ടാണ് തോന്നിയത് വിളിച്ചു പറയാറുള്ളത്. എന്നിട്ട് കേന്ദ്ര സർക്കാർ ധ്രുവ്രാത്തിയുടെ ചാനലിനെതിരെ ഇന്നേ വരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ രാജ്യത്ത് എന്തുമാതിരി ചാനലുകൾ മോദിക്കെതിരെ മാത്രം പറയാൻ ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. ഇവിടെ മീഡിയ വണ്ണിന് എതിരെ എന്തെങ്കിലും ഒരു നടപടി കേന്ദ്ര സർക്കാർ എടുക്കാറുണ്ടോ? ഇത് ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ. മീഡിയ വണ്ണൊക്കെ 24 മണിക്കൂറും അടുപ്പ് കൂട്ടി ഇരുന്നു കൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ ജനാധിപത്യമില്ല എന്ന് പോലും വിളിച്ചു പറഞ്ഞ് ചർച്ചകൾ നടത്താറുണ്ട്. നരേന്ദ്രമോദിയെ തോന്നിയതുപോലെ വിളിച്ചു പറയാറുണ്ട്. യോഗി ആദിത്യനാഥിനെ തോന്നിയത് വിളിച്ചു പറയാറുണ്ട്. രാജ്യത്തെ കേന്ദ്ര സർക്കാരിനെതിരെ പച്ചക്കള്ളം 24 മണിക്കൂറും വിളിച്ചു പറയുന്ന മീഡിയ വൺ എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനത്തിന് എതിരെ പോലും, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ പോലും കേന്ദ്ര സർക്കാർ കടക്കൽ കത്തിവെച്ചിട്ടില്ല. അവരുടെ കള്ളപ്രചരണങ്ങൾക്ക് പോലും കത്തിവെച്ചിട്ടില്ല. എന്നാൽ പിണറായി വിജയൻ ചെയ്യുന്ന നെറികേട് നിങ്ങൾ കണ്ടോ? എത്ര ഊളത്തരമാണ് ഈ പിണറായി സർക്കാരിനോടും. ഇതൊന്നും പിണറായി സർക്കാരിനെ അങ്ങ് ഇഷ്ടത്തിൽ ചെയ്യുന്നൊന്നല്ല. കൃത്യമായിട്ട് സന്ദേശം കൊടുക്കാൻ ആളുകളുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസല്യാരുടെ മകൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ രംഗത്തെത്തിയിട്ട് വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞങ്ങൾക്കൊപ്പം നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാമെന്ന തന്ത്രപരമായിട്ട് ആ നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ ആ ഒരു ന്യൂസിന്റെ ഹെഡിങ് ഒന്ന് വായിച്ചേൽപ്പിക്കാം. വെള്ളാപ്പള്ളി നടത്തുന്ന ധ്രുവീകരണം തടയാൻ സർക്കാർ ഇടപെട്ടില്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ് ട്രെൻഡായി കാണാൻ പറ്റില്ലെന്നും അബ്ദുൽ ഹക്കീം അസ്കരി. അതായത് ഈ ത്രിതല പഞ്ചായത്ത് ഇതിൽ കൃത്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ AP അബൂബക്കർ മുസല്യാരുടെ മകൻ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നുണ്ട്, തദ്ദേശ തിരഞ്ഞെടുപ്പ് ട്രെൻഡ് ഒന്നുമല്ല, പക്ഷെ ഇതൊരു താക്കീതാണ് കേരള സർക്കാരിന്. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ആളുകളെ നിങ്ങൾ തള്ളുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന വെള്ളാപ്പള്ളിയെ ഭൂരിപക്ഷം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൂട്ടിപ്പിടിക്കാൻ ഒരു ശ്രമം നടത്തി. ഞങ്ങൾക്കതൊന്നും താല്പര്യപ്പെട്ടിട്ടില്ല. അതിന്റെ ഫലമാണ് നിങ്ങൾക്ക് ഈ കിട്ടിയത് എന്ന് തന്ത്രപരമായിട്ട് AP അബൂബക്കർ മുസല്യാരുടെ മകൻ ഈ കഴിഞ്ഞ ദിവസങ്ങളില് റിപ്പോർട്ടർ ചാനലിനോട് സംസാരിച്ചിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി പിണറായി സർക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാ. ഇതൊക്കെ ബോധമുള്ള മലയാളി തിരിച്ചറിയുന്നുണ്ട്. ഇതൊക്കെ ആരെ സുഖിപ്പിക്കാനാണ് എന്ന്. ഇവിടെ മുസ്ലിം ലീഗ്, SUPI, പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി, പറയുന്ന AP വിഭാഗം, സമസ്ത, ഇവരൊക്കെ തന്നെ പരസ്യമായിട്ട് കാസയെ ബ്ലോക്ക് ചെയ്യണം, കാസയെ ഇല്ലാതെയാക്കണമെന്ന് നിരന്തരം പറയാറുണ്ട്. ആ അഭ്യർത്ഥനയുടെ ഭാഗമായിട്ടല്ലേ കേരള സർക്കാർ കൃത്യമായിട്ട് കാസയുടെ ഫേസ്ബുക്ക് പേജിനെ പോലും ബ്ലോക്ക് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ഇപ്പോൾ ഒരാൾക്ക് പോലും അത് കാണാൻ സാധിക്കാത്ത വിധം കേരള സർക്കാർ അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബ്ലോക്കൊക്കെ ചെയ്ത
ഈ പിണറായി സർക്കാർ സംവിധാനങ്ങളോടും ഇത് കണ്ട് ഓ എന്ന് ഉളുപ്പില്ലാതെ ഒരു 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 സ്വാതന്ത്ര്യ ബോധവുമില്ലാത്ത ജനാധിപത്യ രാജ്യമാണെന്ന് ഒരു വിവരവുമില്ലാത്ത ഈ ആഘോഷിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ വോട്ടിട്ടോ, വോട്ടിട്ടതിന് ശേഷം കാസ മറ്റൊരു പേജ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ടാ. 11K ഫോളോവേഴ്സ് ഇപ്പം തന്നെ ആയിട്ടുണ്ട്. 24 മണിക്കൂർ കൊണ്ട് 10,000-ത്തിലധികം ആളുകളെ പുതിയ പേജിലേക്ക് ഓടിയെത്തിയിട്ടുണ്ട്. ഈ കാസ എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ അടിവേരുറച്ച് വളരെ വ്യക്തമായിട്ട് വളരുന്ന ഒരു പ്രസ്ഥാന, ഒരു സംഘടന. അവരെ എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇത്രത്തോളം വേട്ടയാടുന്നത്? അവരുടെ ഇന്നലകളിലെ ഫേസ്ബുക്ക് പേജുകളിൽ വ്യക്തമായിട്ട് അത് കാണാൻ സാധിക്കും. പാലക്കാട് DYFI ഒക്കെ രംഗത്തെത്തിയിട്ട് കാസ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെ വായിച്ചു കേൾപ്പിക്കുക. അപ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് പിണറായി സർക്കാരൊക്കെ ഇത്രത്തോളം വലിയ രീതിയിൽ കാസയെ പൂട്ടാൻ ഇറങ്ങിയത് എന്ന്. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇതാണ് യഥാർത്ഥ ഭീകരത. ക്രിസ്മസ് തലേന്ന് രാത്രി ആലപ്പുഴ ചാരമ്മൂടിൽ നടന്ന ഈ സംഭവത്തെ കുറിച്ച് അഭിനവ ക്രിസ്ത്യൻ സംരക്ഷകരായ CPIM നേതാക്കളോ അവരുടെ ചെയ്തികളെ എതിർക്കേണ്ട പ്രതിപക്ഷത്തെ കോൺഗ്രസോ ഈ സമയം വരെ ഇതിൽ ഒരഭിപ്രായം പറയുകയോ വിമർശിക്കുകയോ ചെയ്തോ? ഇല്ല. ഈ കേരളത്തിൽ ക്രിസ്ത്യാനികളെ എതിർക്കുകയും ദ്രോഹിക്കുകയും അവഗണിക്കുകയും ചെയ്തിട്ട് മറ്റു സംസ്ഥാനങ്ങളിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഇവിടെ കിടന്ന് കരയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസിന്റെയും കപടത ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയുക. ഇതിനൊപ്പം തന്നെ ഒരു പോസ്റ്ററും കൊടുത്തിട്ടുണ്ട്. കുട്ടി സഖാക്കളെ, നിങ്ങൾ ആരെയാണ് പൊട്ടന്മാരാക്കാൻ നോക്കുന്നത്? ക്രിസ്മസ് കരോളിന്റെ പേരിൽ നടത്തുന്ന പേക്കൂത്തുകൾ അവസാനിപ്പിക്കുക. പാലക്കാട് ജില്ലയിൽ 2500 യൂണിറ്റുകളിൽ കരോൾ നടത്തുമെന്ന് പറഞ്ഞതിന് എതിരെ പോലും കൃത്യമായിട്ട് കാസ നിലപാടെടുത്തിട്ടുണ്ട്. സംഘപരിവാർ പാലക്കാട് നടന്ന വിഷയം സംഘപരിവാറിന്റെ തലയിലേക്ക് വെക്കാൻ നിന്ന സമയത്ത് കൃത്യമായിട്ട് കാസ നിലപാട് പറഞ്ഞു. അത് DYFI ഒരു ഉളുപ്പുമില്ലാതെ കള്ളം വിളിച്ചു പറഞ്ഞ് സംഘപരിവാറിന്റെ തലയിലേക്ക് വെക്കുകയാണ്. അവിടെ കുട്ടി സഖാക്കന്മാര്, ആ കുട്ടി സഖാക്കന്മാരുടെ ചെണ്ടയാണ് കൃത്യമായിട്ട് വിശദീകരിച്ചവര് എഴുതിയിട്ടുണ്ട്. പാലക്കാട് നടന്നതൊക്കെ എന്താണ് എന്നുള്ളത് അത് സംഘപരിവാറിന്റെ തലയിലേക്ക് വെക്കണ്ട. അത് അവിടെയുള്ള സംഘർഷമാണ്. അവിടെ ഈ കമ്മിക്കൂട്ടങ്ങൾ കുട്ടി സഖാക്കൾ നടത്തുന്നൊരു ആ ഒരു പ്രശ്നത്തെ എന്തിനാണ് സംഘപരിവാറിന്റെ തലയിലേക്ക് വെക്കുന്നത് എന്നത് ഉൾപ്പെടെ ഒരു ക്രിസ്ത്യൻ സംഘടന പരസ്യമായിട്ട് കേരളത്തിൽ വിളിച്ചു പറയുമ്പോൾ അതിന്റെ ഗുണം ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടുമോ എന്ന ഭയത്തിലാണ് ഈ പറയുന്ന കാസ എന്ന സംഘടനയൊക്കെ കേരള സർക്കാർ ഇടപെട്ടപ്പോൾ പൂട്ടിച്ചത്. എത്ര ഉളുപ്പില്ലായ്മയാണ്! എന്തുകൊണ്ടാണ് കമ്മ്യൂണിസം തീർന്ന് പ്രബുദ്ധ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് എന്ന് ഇതിലൂടെയൊക്കെ തന്നെ ബോധമുള്ള മലയാളികൾ തിരിച്ചറിയാം. അഭിപ്രായ സ്വാതന്ത്ര്യം തങ്ങൾക്ക് മാത്രമാണെന്ന് ഒരിക്കലും അഹങ്കരിക്കരുത്. അതെല്ലാവർക്കും ഉള്ളതാണ് എന്ന ബോധത്തിലേക്ക് വരണോ? നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് നരേന്ദ്രമോദി സർക്കാരിനെ കണ്ടിട്ട് അവർ ചെയ്യുന്നതിന്റെ ഒരു മൂലക്കെങ്കിലും നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കണം. ഈ അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ മീഡിയ വണ്ണ് പോലും ദുർവ്രാത്തി പോലും രാജ്യത്ത് മോദിക്കെതിരെ പ്രവർത്തിക്കുന്നവർ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഓരോ തരത്തിലുള്ള കടക്കൽ കത്തിയും വെച്ചിട്ടില്ല. ഇതൊക്കെ ഒന്ന് കണ്ടുപഠിക്കും. ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്ന് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനൊക്കെ ഒരു ബോധം വേണം. ഇവിടെ ഈ പറയുന്ന തീവ്ര ചിന്താഗതിക്കാര്, ജിഹാദികള്, പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി, ഈ പറയുന്ന ഇടത് വലത് കൂട്ടങ്ങൾക്ക് അവർക്കെതിരെ ആര് വന്നാലും അവർക്ക് അധികാരമുണ്ട്, അങ്ങ് തീർത്ത് കളയാമെന്നുള്ള ആ നിലപാടിലേക്ക് ബോധമുള്ള മലയാളികൾ വളരെ ഗൗരവത്തിലാണ് നോക്കിക്കാണേണ്ടത്. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ കഷ്ടമാണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയാം. പിന്നെ കാസയൊക്കെ വന്നിട്ട് ഒരു ഫേസ്ബുക്ക് പേജൊക്കെ അങ്ങ് പൂട്ടിച്ചാലൊന്നും അങ്ങ് തകർന്നു പോകുന്ന ഒരു സംഘടനയൊന്നും അല്ല. അവരൊക്കെ കേരളത്തിൽ കൃത്യമായിട്ട് അവരുടെ വേര് ആഴത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. അവരിനി പടർന്ന് പന്തലിക്കും. അത് കേവലം ഒരു ഫേസ്ബുക്ക് പേജ് പൂട്ടിയത് കൊണ്ടൊന്നും ഒരു ചുക്കും സംഭവിക്കില്ല എന്നുള്ളത് ഇതിൻ്റെയൊക്കെ പിന്നിൽ പൂട്ടിക്കാനൊക്കെ ഓടിയ ആളുകളോട് വിവേകവും വിവരവുമുള്ള ആരെങ്കിലും ഒപ്പമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കോ.